16ാമത് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞുവല്ലോ. ഇനി കേരളം ഏതു മുന്നണി ഭരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും തന്നെ. അതിന് മെയ് 4 വരെ കാത്തിരിക്കേണ്ടിയും വരും. ദേശീയ സർവേകളടക്കം ഒട്ടുമിക്കവരും പ്രവചിക്കുന്നത് കേരളത്തിൽ 40 നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വരുന്ന കുറച്ച് MLA മാർ കേരള നിയമസഭയിലുണ്ടാകും. 1957 മുതൽ കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിന് വിജയിച്ച MLA മാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരവിപുരം മണ്ഡലത്തിലെ RSP സ്ഥാനാർത്ഥി A അസീസ് മുസ്ലിം ലീഗിലെ TA അഹമ്മദ് കബീറിനെ 5 വോട്ടുകൾക്ക് തോൽപ്പിച്ചതാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം. ആദ്യം 21 വോട്ടുകൾക്കാണ് അസീസ് വിജയിച്ചതെങ്കിലും എതിർ സ്ഥാനാർത്ഥിയുടെ കോടതി ഇടപെടലിലൂടെ ഭൂരിപക്ഷം 5ആയി കുറയുകയാണുണ്ടായത്. 1982 ഇന്ത്യൻ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് നേതാവ് TP പീതാംബരം മാസ്റ്റർ പള്ളുരുത്തി നിയമസഭാ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഈപ്പൻ വർഗീസിനെ 16 വോട്ടുകൾക്ക് തോൽപ്പിച്ചതാണ് ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ ഭൂരിപക്ഷം. അടുത്ത ഭൂരിപക്ഷമായ 21 വോട്ടിന് 3 അവകാശികൾ ഉണ്ട്. 1960 നടന്ന തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് നേതാവ് P കുഞ്ഞിരാമനാണ് ഇതിൽ ആദ്യത്തേത്. അന്ന് അദ്ദേഹം തോൽപ്പിച്ചത് ആദ്യ EMS മന്ത്രിസഭയിലെ നിയമമന്ത്രിയും പിന്നീട് സുപ്രീം കോടതി ജഡ്ജി വരെയൊക്കെ ആയിത്തീർന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യരെയാണ്. 2001 ശ്രീകൃഷ്ണപുരത്തു നിന്നും CPIM-ലെ ഗിരിജ സുരേന്ദ്രൻ വിജയിച്ചതും 1991 കോവളത്തു നിന്നും ജനതാദൾ നേതാവ് നീലലോഹിതദാസ് നാടാർ വിജയിച്ചതും കേവലം 21 വോട്ടുകൾക്ക് തന്നെയാണ്. 1980 ഒല്ലൂരിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് MLA രാഘവം പുഴക്കടവിലിൻ്റെ ഭൂരിപക്ഷം വെറും 25 വോട്ടായിരുന്നു. 1991 കായംകുളത്തു നിന്നും മത്സരിച്ച് വിജയിച്ച കോൺഗ്രസ് നേതാവ് തച്ചടി പ്രഭാകരൻ്റെ ഭൂരിപക്ഷം 31 വോട്ട് മാത്രമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗ് MLA നജീബ് കാന്തപുരത്തിന് LDF സ്വതന്ത്രൻ മുസ്തഫയേക്കാൾ 38 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. 2016 വടക്കാഞ്ചേരിയിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് MLA അനിൽ അക്കരയ്ക്ക് 43 വോട്ടിൻ്റെയും 1987 ഹോസ്ദുർഗ് സംഭരണ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച CPM നേതാവ് N മനോഹർ മാസ്റ്റർക്ക് 59 വോട്ടിൻ്റെയും 1996 കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച CPM MLA MP വർഗീസിന് എതിർ സ്ഥാനാർത്ഥി TH മുസ്തഫയേക്കാളും 60 വോട്ടിൻ്റെയും ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.